എന്താണ് ഹേമ കമ്മിറ്റിനെ പറ്റിട്ട് അതിൽ കുറെ പേർക്ക് അപമാനമായ പെങ്ങളുട്ടി ഞങ്ങൾ ബുക്ക് ഇപ്പൊ നിവിൻ പോളിയുടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആള് പ്രതിയല്ലെന്നുകൊണ്ട് ആള് ബാധിക്കേ നീല കുളിച്ചേട്ടാ ഒരു കൈ അതന്നെ മറ്റൊന്നിന്റെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് നന്ദന സീപ്പ് പോക്കാൻ പറ്റില്ല. എന്റെ കുടുംബം വെറുതെ കലക്കേണ്ട ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. ചങ്കൂറ്റമില്ല മീഡിയക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ പൊക്കാൻ പറ്റില്ല. നാണമുണ്ടോ സായി സീക്രട്ട് ഏജന്റ് നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ ഇവര് രണ്ട് ആൾക്കാരും എന്റെ അസിസ്റ്റന്റ്സ് ആണ്. ഇവരെന്നെ പൊക്കാൻ പോവാണ്. പൊക്കിട്ട് അവിടെ വരെ എത്തിക്കുന്നുണ്ട്. കാറിലിട്ട് എന്നെ പഞ്ഞിക്കിടുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് വൈറലാവും. Ready, 1, 2, 3, start. അപമാനമായ പെങ്ങളുട്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്രവർത്തി ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നലായിട്ട് വൈറലാവും. ഓക്കെ, ഈ ഇരിപ്പ് എല്ലാരും ഒന്ന് സൂം ചെയ്തെടുത്തേക്കണം. എല്ലാരും ഒന്ന് സഹായിച്ച് ഇത് പെണ്ണ് പൊക്കാം. നീല കുളിച്ചേട്ടാ ഒരു കൈ. ഞങ്ങൾ രണ്ടുപേരും ആരാന്നാ പറഞ്ഞേ? ചേട്ടന്മാര്. സിജോ ചേട്ടാ. അങ്ങനെയല്ലല്ലോ. നേരത്തെ എന്താ പറഞ്ഞേ? ഓക്കെ ആണോ? മറക്കില്ല പോക്ക്. ഒരു കൈ വിട്ടില്ല, രണ്ട് കൈ. ചേട്ടാ നിങ്ങൾ ഒരാളുടെ ദയനീയ അവസ്ഥയാണോ വീഡിയോ എടുക്കുന്നത്? എല്ലാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഈ സമയത്ത് ഞാൻ പഠിച്ചിട്ട് ഞാൻ പഠിച്ചു. ഹേമ കമ്മിറ്റി എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇരുന്ന് കേൾക്കാണ്. ചേച്ചി പല സെലിബ്രിറ്റീസിന്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്, സ്റ്റോറി ഇടണം. എനിക്ക് എടുക്കട്ടെ, മീഡിയക്കാർ മൊത്തം വീഡിയോ എടുക്കൂ. സച്ചിൻ ബാറ്റ് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ടീം 11 പേര് അവിടെ നിൽക്കുന്നു. വിരാട് കോഹ്ലി ഇവരൊക്കെ കാണിച്ച് ഞാൻ മെൻഷൻ ചെയ്യും. എന്റെ നല്ല മനസ്സാണ്. വീഡിയോ എടുത്തോ. ഹേമ കമ്മിറ്റിനെ പറ്റിട്ട് തുറന്നു പറയാൻ പോകണം. വീഡിയോ നമ്മള് അങ്ങനെ എടുക്കണ്ട. റീൽസ് ഇടാൻ എനിക്ക് ഇവരൊക്കെ ഞാൻ വൈറലാക്കും. ചേട്ടാ നല്ല ചൂടുണ്ട്. ഇപ്പൊ പറയണോ? ചൂടായ വാർത്ത എന്താണ് ഹേമ കമ്മിറ്റിനെ പറ്റിട്ട് അതിൽ കുറെ പേര് പ്രതികളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിവിൻ പോളിയുടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആള് പ്രതിയല്ലെന്നുകൊണ്ട് ആള് ബാധിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പറയട്ടെ ആൾക്കാര്. ഇപ്പോ എന്താ നമ്മുടെ മുകേഷ് സാറിനെ പറ്റിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ കുറച്ച് ബഹുമാനം കാണിക്കണം. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആവണം. എന്നാ നീപ്പിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പൊ ചേട്ടാ ഞാൻ കുറച്ച് പറയാൻ എന്താ കാരണം വെച്ചാൽ നമുക്കത് ഹേമ കമ്മിറ്റിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി അറിയാനുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കട്ടെ. ഞാൻ പറയാം.